ബിൽഡിംഗ് മാനേജ് സിസ്റ്റത്തിൽ സെൻസസിന്റെ റോൾ, വർക്കിംഗ്, ടൈപ്പ് ഓഫ് സെൻസസ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ, ഐ എം മലിക് മഹാദേവൻ, IPSS ഗ്ലോബലിൽ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു ബിൽഡിംഗിലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ സിസ്റ്റങ്ങളെ ഒരു മെയിൻ സെൻട്രൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയും. ഇതാണ് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. DDC പാനൽ എന്നത് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ മെയിൻ കൺട്രോൾ പാനലാണ്. ഡയറക്റ്റ് ഡിജിറ്റൽ കൺട്രോൾ പാനൽ. ഇത് യൂസ് ചെയ്ത് ഒരു ബിൽഡിംഗിലെ ഡിഫറെന്റ് സിസ്റ്റങ്ങളെ ഡിജിറ്റലായി കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കഴിയും. DDC പാനലിന്റെ അഡ്വാൻറ്റേജസ്: എനർജി സേവിംഗ്, ആക്യുറേറ്റ് മോണിറ്ററിംഗ്, ഓട്ടോമാറ്റിക് കൺട്രോൾ, ഫെയിൽ ഡിറ്റക്ഷൻ, BMS സോഫ്റ്റ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. ഫ്ലോ സെൻസർ എന്നത് പൈപ്പിലൂടെയോ ഡക്റ്റിലൂടെയോ ഒഴുകുന്ന ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ വായുവിന്റെ ഫ്ലോ റേറ്റ് അളക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. BMS ഇത് പ്രധാനമായും ചില്ലർ വാട്ടർ ലൈൻ, കണ്ടൻസർ വാട്ടർ ലൈൻ, AHU സിസ്റ്റം, ഫയർ ലൈൻ എന്നിവയിൽ ഉപയോഗിക്കുന്നു. സിസ്റ്റം ശരിയായ അളവിൽ ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഫ്ലോ സെൻസർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലോ സെൻസർ ഡിഫറെന്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ, ടർബൈൻ ടൈപ്പ് അല്ലെങ്കിൽ അൾട്രാസോണിക് ഫ്ലോ സെൻസർ ആണ്. ഉദാഹരണത്തിന് മാഗ്നറ്റിക് ഫ്ലോ മീറ്ററിൽ വാട്ടർ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ഫ്ലോ സ്പീഡ് അനുസരിച്ച് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയും ഈ വോൾട്ടേജ് സിഗ്നൽ 0 to 10 വോൾട്ട് അല്ലെങ്കിൽ 4 to 20 milliamps ആയി BMS കൺട്രോളിലേക്ക് അയക്കുന്നു. ചിൽഡ് വാട്ടർ ഫ്ലോ കുറവാണെങ്കിൽ കൂളിംഗ് എഫിഷ്യൻസി കുറയുകയും അപ്പോൾ BMS അലാം നൽകുകയും പമ്പ് ഓൺ ആണെങ്കിലും ഫ്ലോ ഇല്ലെങ്കിൽ സിസ്റ്റം ഫോൾട്ട് തിരിച്ചറിയാൻ ഫ്ലോ സെൻസർ സഹായിക്കുന്നു. ഹ്യൂമിഡിറ്റി സെൻസർ എയറിലെ നനവ് മെഷർ ചെയ്യുന്ന ഒരു സെൻസറാണ്. BMSൽ മെയിൻലി HVAC സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. റൂമിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ മോണിറ്റർ ചെയ്ത് ഇൻഡോർ കംഫോർട്ട് നിലനിർത്താനും എക്യുപ്മെന്റ്സിന്റെ പ്രൊഡക്ഷൻ ഉറപ്പുവരുത്താനാണ് ഈ സെൻസർ ഹെൽപ്പ് ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി സെൻസർ സാധാരണയായി കപ്പാസിറ്റി പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്നു. സെൻസറിന്റെ ഉള്ളിൽ 2 കണ്ടക്റ്റീവ് പ്ലേറ്റ് ഉണ്ട്. അതിനിടയിൽ നനവ് ആഗിരണം ചെയ്യുന്ന ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാകും. വായുവിലെ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഈ മെറ്റീരിയൽ നനവ് ആഗിരണം ചെയ്യുകയും അതിന്റെ കപ്പാസിറ്റി വാല്യൂ മാറുകയും ചെയ്യുന്നു. ഈ കപ്പാസിറ്റൻസ് മാറ്റം ഇലക്ട്രിക്കൽ സിഗ്നൽ 0 to 10 വോൾട്ട് അല്ലെങ്കിൽ 4 to 20 milliamps മാറ്റി BMS കൺട്രോളിലേക്ക് അയക്കുന്നു. കൺട്രോളർ ഈ സിഗ്നലിനെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് പ്രസന്റ് ചെയ്യുകയും സെറ്റ് പോയിന്റ് അനുസരിച്ച് HVAC സിസ്റ്റം ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹ്യൂമിഡിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താൽ BMS സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഡീഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ പ്രവർത്തിപ്പിച്ച് ആവശ്യമായ ഹ്യൂമിഡിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി സെൻസർ BMS സിസ്റ്റത്തിൽ എനർജി എഫിഷ്യന്റ്, കംഫോർട്ട്, സേഫ്റ്റി എന്നിവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലെവൽ സെൻസർ ടാങ്കിനുള്ളിലെ ദ്രാവകത്തിന്റെ ലെവൽ അളക്കുന്നതിനായി യൂസ് ചെയ്യുന്നു. BMSൽ ഇത് പ്രധാനമായും വാട്ടർ ടാങ്ക്, അണ്ടർഗ്രൗണ്ട് ടാങ്ക്, ഓവർഹെഡ് ടാങ്ക്, ഡീസൽ ടാങ്ക് മുതലായവയിൽ ഉപയോഗിക്കുന്നു. ടാങ്കിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിയാനും പമ്പ് ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കാനും ലെവൽ സെൻസർ വളരെ പ്രധാനപ്പെട്ടതാണ്. ലെവൽ സെൻസർ ഡിഫറെന്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്നു. സാധാരണയായി ഫ്ലോ ടൈപ്പ്, അൾട്രാസോണിക് ടൈപ്പ്, കപ്പാസിറ്റർ ടൈപ്പ് എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ ടൈപ്പ് ലെവൽ സെൻസർ: ടാങ്കിനുള്ളിൽ ഒരു ഫ്ലോട്ട് ഉണ്ടാവും. വാട്ടർ ലെവൽ കൂടുമ്പോൾ ഫ്ലോട്ട് മുകളിൽ പോവുകയും ലെവൽ കുറയുമ്പോൾ താഴേക്ക് വരികയും ചെയ്യുന്നു. ഈ മൂവ്മെന്റ് സ്വിച്ച് അല്ലെങ്കിൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് BMS കൺട്രോളിലേക്ക് അയക്കുകയും ഇത് സാധാരണയായി ഓൺ ഓഫ് കൺട്രോളിനാണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് ലെവൽ സെൻസർ: ഈ സെൻസർ ടാങ്കിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുകയും ഇത് അൾട്രാസോണിക് വേവ് അയക്കുകയും വാട്ടർ സർഫേസ് തട്ടി തിരിച്ചുവരുന്ന സമയം അളന്ന് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്റ്റൻസ് കുറയുമ്പോൾ വാട്ടർ ലെവൽ കൂടുന്നതായി മനസ്സിലാക്കാം. ഔട്ട്പുട്ട് സാധാരണയായി 4 to 20 milliamps അല്ലെങ്കിൽ ഒക്യുപ്പൻസി സെൻസർ ഒരു മുറിയിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള സെൻസറാണ്. BMSൽ ഇത് പ്രധാനമായി ലൈറ്റിംഗ് കൺട്രോൾസ്, HVAC കൺട്രോൾ, എനർജി സേവിങ്ങിനായി ഉപയോഗിക്കുന്നു. റൂം ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ലൈറ്റ്, AC തുടങ്ങിയ പ്രവർത്തിക്കാനും ആളുകളില്ലാത്തപ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫാക്കാനും ഈ സെൻസർ സഹായിക്കുന്നു. ഒക്യുപ്പൻസി സെൻസർ സാധാരണയായി PIR പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്നു. മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനാണ് ഇതിന്റെ പ്രവർത്തനം. മുറിയിൽ ആരെങ്കിലും മൂവ് ചെയ്യുമ്പോൾ ആ സെൻസർ ആ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് സിഗ്നൽ നൽകുകയും ഈ സിഗ്നൽ നേരെ BMS ലൈറ്റിംഗ് കൺട്രോൾ പാനലിലേക്ക് പോവുകയും ചെയ്യുന്നു. പ്രഷർ സെൻസർ വായുവിലെ അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ സമ്മർദ്ദം അളക്കാൻ യൂസ് ചെയ്യുന്നു. BMSൽ ഇത് പ്രധാനമായും HVAC സിസ്റ്റം, AHU, ചില്ലർ വാട്ടർ ലൈൻ, ഫയർ ഫൈറ്റിംഗ് ലൈൻ എന്നിവയിൽ ഉപയോഗിക്കുന്നു. സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രഷർ സെൻസർ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഷർ സെൻസർ സാധാരണയായി ഡയഫ്രം പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. സെൻസറിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഫ്ലെക്സിബിൾ ഡയഫ്രം ഉണ്ടായിരിക്കും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡയഫ്രം ചെറിയ തോതിൽ ബെൻഡ് ചെയ്യുകയും അതുമൂലം ഇന്റേണൽ സ്ട്രെയിൻ ഗേജ് അല്ലെങ്കിൽ കപ്പാസിറ്റി എലമെന്റിൽ മാറ്റം സംഭവിക്കുകയും ഈ മാറ്റം ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ 4 to 20 milliamps അല്ലെങ്കിൽ 0 to 10 വോൾട്ട് ആയി കൺവേർട്ട് ചെയ്ത് BMS കൺട്രോളിലേക്ക് അയക്കും. അതുമൂലം കൺട്രോൾ ഈ സിഗ്നലിനെ പ്രഷർ വാല്യൂ ആയി കാണിക്കും. BMSൽ പ്രഷർ സെൻസേഴ്സ് 2 ടൈപ്സ് ആണുള്ളത്: സ്റ്റാറ്റിക് ആൻഡ് ഡിഫറൻഷ്യൽ. സ്റ്റാറ്റിക് പ്രഷർ സെൻസർ ഡക്റ്റിലെ വായുവിന്റെ സമ്മർദ്ദം അളക്കാനും ഡിഫറൻഷ്യൽ പ്രഷർ സെൻസർ 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് അളക്കാനുമാണ് യൂസ് ചെയ്യുന്നത്.
സ്മോക്ക് സെൻസർ വായുവിലെ പുക ഉണ്ടായാൽ അതിനെ കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. BMSൽ ഇത് പ്രധാനമായി ഫയർ അലാം സിസ്റ്റത്തിനോടൊപ്പം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ബിൽഡിംഗ് സേഫ്റ്റി ഉറപ്പാക്കാൻ സ്മോക്ക് സെൻസർ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സ്മോക്ക് സെൻസർ സാധാരണയായി 2 ടൈപ്സ് ആണുള്ളത്: ഫോട്ടോ ഇലക്ട്രിക് ആൻഡ് അയണൈസേഷൻ. ഫോട്ടോ ഇലക്ട്രിക് സെൻസറിനുള്ളിൽ ലൈറ്റ് സോഴ്സും ഒരു റിസീവറും ഉണ്ടാവും. സാധാരണ ആവശ്യം ലൈറ്റ് നേരിട്ട് റിസീവറിലെത്തില്ല. പുക സെൻസറിനുള്ളിൽ കയറുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്യുകയും സെൻസറിന്റെ ഉള്ളിൽ ചെറിയ അയണൈസേഷൻ ചേംബർ ഉണ്ടാവും. പുക ഉള്ളിൽ കയറുമ്പോൾ ഇലക്ട്രിക് കറന്റ് ഫ്ലോ മാറ്റം സംഭവിക്കുകയും ആ മാറ്റം ഡിറ്റക്ട് ചെയ്ത് അലാറം ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു.